എല്ലാ കൂട്ടുകാർക്കും സനു വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2026 മോഡൽ നെക്സോണിന്റെ ബേസ് ഡീസൽ വേരിയന്റ് ആയിട്ടുള്ള സ്മാർട്ട് പ്ലസ് വേരിയന്റ് ആണ്. 10 ലക്ഷം രൂപ ബഡ്ജറ്റിൽ കുറച്ചധികം വാഹനങ്ങൾ ഈ കോമ്പാക്ട് SUV സൈസിൽ ഇന്ത്യൻ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ റീസെന്റ് നമ്മൾ റിവ്യൂ ചെയ്ത കൈലാക്ക് വരുന്നുണ്ട്, ബ്രസയുടെ ബേസ് വേരിയന്റ് വരുന്നുണ്ട്, വെന്യൂവിന്റെ ബേസ് വേരിയന്റ് വരുന്നുണ്ട്, ഈവൻ നമ്മുടെ സോണറ്റിന്റെ ബേസ് വേരിയന്റ് വരെ ആ ഒരു പ്രൈസ് റേഞ്ചിൽ അവൈലബിൾ ആണ്. പക്ഷേ നിങ്ങൾക്ക് 10 ലക്ഷം രൂപ ബഡ്ജറ്റിൽ കോമ്പാക്ട് SUVയിൽ ഒരു ഓട്ടോമാറ്റിക് വേണമെങ്കിൽ അത് AMT ഓട്ടോമാറ്റിക് ആണെങ്കിലും നിങ്ങൾക്ക് ലഭിക്കുന്നത് നമ്മളുടെ ടാറ്റ നെക്സോണിൽ മാത്രമാണ്. അതുപോലെ തന്നെ 10 ലക്ഷം രൂപ ബഡ്ജറ്റിൽ ഒരു ഡീസൽ കാർ, അത് 6 സ്പീഡ് മാനുവൽ വരുന്ന ഒരു ഡീസൽ കാർ നിങ്ങൾക്ക് ലഭിക്കുന്നത് നമ്മളുടെ നെക്സോണിൽ മാത്രമാണ്. 2026 മോഡൽ ടാറ്റ നെക്സോണിലെ വൺ ഓഫ് ദ വാല്യൂ ഫോർ മണി വേരിയന്റ് ആയിട്ടുള്ള സ്മാർട്ട് പ്ലസ് വേരിയന്റ് ആണ്. എന്തുകൊണ്ടാണ് ഇത് വാല്യൂ ഫോർ മണി ആകുന്നത് എന്ന് ചോദിച്ചാൽ 10 ലക്ഷം രൂപ താഴെയാണ് നിങ്ങൾക്ക് ഇതിന്റെ ഓട്ടോമാറ്റിക്കിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഈ സെഗ്മെന്റിലെ മറ്റൊരു മാനുഫാക്ചറേഴ്സും ഓട്ടോമാറ്റിക് 10 ലക്ഷം രൂപ ബഡ്ജറ്റിൽ ഇത്തരം വലിപ്പമുള്ള വലിയൊരു വാഹനം കൊടുക്കുന്നില്ല. അല്ല, നിങ്ങൾ ഈ സ്മാർട്ട് പ്ലസിന്റെ മാനുവൽ ആണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 9-20-നും ഇതിന്റെ ഡീസൽ ആണെങ്കിൽ 10.5 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. നിങ്ങൾ ഈ കാണുന്ന വാഹനം ഡീസലാണ്. അതുകൊണ്ടാണ് 10 ലക്ഷം രൂപ ബഡ്ജറ്റിൽ ഇതിന്റെ വാല്യൂ ഫോർ മണി വേരിയന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ സെഗ്മെന്റിൽ ഒന്ന് താഴെ നിൽക്കുന്ന എക്സ്റ്റർ ടോപ്പ് എൻഡ് അല്ലെങ്കിൽ പഞ്ച് ടോപ്പ് എൻഡ് ഒക്കെ നോക്കുന്നവർക്ക് കുറച്ചും കൂടി വലിപ്പമുള്ള വലിയ സേഫ് ആയിട്ടുള്ള ഒരു വാഹനം വേണമെങ്കിലും നിങ്ങൾക്ക് നെക്സോണിന്റെ ഈ വേരിയന്റ് കൺസിഡർ ചെയ്യാം. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക്കിന്റെ കൺവീനിയൻസ് നിങ്ങൾക്ക് ഈ ഒരു വേരിയന്റ് തരുന്നുണ്ട്. ഇനി ഈ വേരിയന്റിന്റെ എക്സ്റ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നെക്സോണിന്റെ ബേസ് വേരിയന്റ് തൊട്ട് ടോപ്പ് എൻഡ് വരെ എക്സ്റ്റീരിയർ എന്ന ലുക്ക് കാര്യങ്ങളെല്ലാം എക്സാക്ട് സിമിലർ ആണ്. ചെറിയ ചെറിയ ഫീച്ചേഴ്സിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. ഇപ്പൊ ഈ വാഹനത്തിലേക്ക് വന്നാൽ തന്നെ ഇതിൻ്റെ ഒരു റൂഫ് റെയിൽസും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പക്ക ടോപ്പ് എൻഡിന്റെ ലുക്കിലാണ് ഈ വാഹനം നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ഫ്രണ്ട് പ്രൊഫൈല് കാര്യങ്ങളെല്ലാം എല്ലാ വേരിയന്റുകൾക്കും സിമിലർ ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഇപ്പോൾ ടോപ്പ് എൻഡ് അല്ലെങ്കിൽ മിഡ് വേരിയന്റിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സൺറൂഫ് അഡീഷണലി ലഭിക്കും. മീൻസ് പനോർമിക് സൺറൂഫ് വരുന്ന വേരിയന്റുകളുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് 360 ക്യാമറ പോലെയുള്ള ഫീച്ചേഴ്സ് ആണ് അഡീഷണലി ലഭിക്കുന്നത്. ഇപ്പോൾ ഈ വാഹനത്തിൽ ഫോഗ് ലൈറ്റ് ആക്സസറി ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതല്ല, നിങ്ങൾക്ക് ഈ വേരിയന്റിൽ തന്നെ ഒരു സൺറൂഫുള്ള വാഹനം വേണമെങ്കിൽ അതും അവൈലബിൾ ആണ്. ഏകദേശം 40,000 രൂപ കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ സ്മാർട്ട് പ്ലസ് S എന്ന് പറഞ്ഞ് സൺറൂഫ് ഉള്ള ഓപ്ഷനും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഇനി ഈ വേരിയന്റിന്റെ മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ടൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞോണം എല്ലാ വേരിയന്റുകളും സിമിലർ ആണ്. ഇവിടെ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. നടുക്ക് ടാറ്റയുടെ ലോഗോ. വശങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് DRL കാണാം. അത് തന്നെ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു LED ഹെഡ്ലൈറ്റ് കൊടുത്തിരിക്കുന്നു. പ്രൊജക്ടഡ് ഓപ്ഷൻസ് എല്ലാം നമുക്ക് ക്രിയേറ്റീവ് വേരിയന്റോട്ടാണ് ലഭിക്കുന്നത്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫോഗ് ലൈറ്റ് ഇതിനകത്ത് വരുന്നതല്ല, ഇത് ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് ചെയ്തിരിക്കുന്നതാണ്. ഏകദേശം 8,000 രൂപയുടെ അടുത്താണ് അതിന് കോസ്റ്റ് വരുന്നത്. ഇവിടെ എല്ലാം നമുക്ക് ആ ഒരു എയർ ആൻഡ് സ്കൂപ്പ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. ഫ്രണ്ടിലെ ബമ്പറിന്റെ പോർഷൻസ് എല്ലാം മാറ്റ് ബ്ലാക്ക് ഫിനിഷ് ആണ്. 205 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ഇതിൽ പിന്നെ 360 ക്യാമറ പോലെയുള്ള സംഭവങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഇതാണ് ഈ വാഹനത്തിന്റെ കീ. ഈ ഒരു ബേസ് വേരിയന്റിൽ തന്നെ നമുക്ക് ഫ്ലിപ്പ് കീസ് കൊടുത്തിട്ടുണ്ട്. ലോക്ക് ആൻഡ് അൺലോക്ക് ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ ബൂട്ട് ഓപ്പൺ ചെയ്യാനും ഫോളോ മി ഹെഡ്ലാമ്പിന്റെ ഓപ്ഷനോട് കൂടി ഒരു ഫ്ലിപ്പ് കീയും ഒരു നോർമൽ കീയും ഉൾപ്പെടുത്തി. ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ മറ്റു വേരിയന്റുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വരുന്ന ഒരു ഡിഫറൻസ് എന്ന് വെച്ചാൽ റൂഫ് റെയിൽ വരുന്നില്ല, സൺറൂഫ് വരുന്നില്ല എന്നുള്ളതാണ് ഫ്രണ്ട് ലുക്കിലുള്ള ഡിഫറൻസ്. വശങ്ങളിലേക്ക് വന്നാലും നമുക്ക് അലോയ്സ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. അതൊക്കെ ക്രിയേറ്റീവ് വേരിയന്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് വീൽ കവറോട് കൂടിയ സ്റ്റീൽ വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതൊരു ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. ടയർ സൈസ് നോക്കുകയാണെങ്കിൽ 195 60R16 ആണ് ടയർ സൈസ് വരുന്നത്. ഇപ്പോൾ ക്രിയേറ്റീവ് വേരിയന്റ് ഓൺവേർഡ്സ് അത് 215 സെഷനിലേക്ക് ടയറുകൾ മാറുന്നുണ്ട്. ഇപ്പോൾ ഇതെടുത്തിട്ട് ഒരു അലോയ്സ് പുറത്തുനിന്ന് ആക്സസറി ചെയ്താലും മതിയാകും. നമ്മൾ പറഞ്ഞോണം നമ്മുടെ വീൽസിന്റെ കളറ് ഒരു ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള ടയറുകൾ എന്ന് വേണമെങ്കിൽ പറയാം. വശങ്ങളിലെല്ലാം നമുക്ക് ആ ഒരു ബ്ലാക്ക് ക്ലാഡിങ് പോയിട്ടുണ്ട്. ഡോറിൻ്റെ അവിടെ നമുക്ക് ഒരു ബ്ലാക്ക് ക്ലാഡിങ് കാണാനായിട്ട് പറ്റും. മിറേഴ്സ് നമുക്ക് ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് തന്നെ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഡോർ ഹാൻഡിൽസ് മാറ്റ് ബ്ലാക്ക് ഫിനിഷാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ക്രോം ഇൻസൈഡിലേക്ക് ആഡ് ചെയ്യുകയോ അതല്ലെങ്കിൽ ബോഡി കളറിലേക്ക് ചേഞ്ച് ചെയ്യുകയോ ചെയ്യാം. ഈ പോർഷൻസ് എല്ലാം നമുക്ക് ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. നമ്മുടെ B പില്ലറും C പില്ലറും എല്ലാം നമുക്ക് ബോഡി കളറിൽ തന്നെയാണ് വരുന്നത്. ഇവിടെ നെക്സോൺ 10 lakhs ഓഫ് കാർസ് എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് കാണാം. റൂഫ് റെയിൽസ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല, സൺറൂഫും വരുന്നില്ല. ബാക്കിൽ നമുക്ക് നോർമൽ ആൻറ്റിനെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് വശങ്ങളിൽ നിന്നുള്ളൊരു ലുക്ക്. ഇനി ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം പറഞ്ഞ പോലെ എല്ലാ വേരിയന്റുകളുടെയും ബാക്കിൽ നിന്നുള്ള ലുക്ക് ഓൾമോസ്റ്റ് സിമിലർ ആണ്. വ്യത്യാസം വരുന്നത് ഈ ഒരു കണക്റ്റഡ് ടെയിൽ ലൈറ്റ് വരുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ അതൊരു ആവാത്ത രീതിയിൽ റിഫ്ലക്ടർ പോലെ തോന്നിക്കുന്ന രീതിയിൽ കൊടുത്തിരിക്കുന്നു. പിന്നെ ഈ വേരിയന്റിൽ വൈപ്പർ വാഷർ ഡീഫോഗർ ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. പക്ഷേ
നെക്സോണിൻ്റെ ടോപ്പ് എൻഡ് ആണെങ്കിലും വൈപ്പർ ഇതിനകത്ത് ഹൈഡ് ചെയ്യുന്ന രീതിയിലായതുകൊണ്ട് ഏത് വേരിയൻ്റ് ആണെങ്കിലും വൈപ്പർ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യില്ല. ഇനി മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഡിസൈൻ തന്നെ ബാക്കിലെ സ്പോയിലർ പോലെ തോന്നിക്കുന്ന രീതിയിലാണ്. അതിൻ്റെ എൻഡ് പോർഷൻ നമുക്ക് ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. പ്ലെയിൻ ഗ്ലാസ്സുകളാണ്. ഇത് റിഫ്ലക്ടേഴ്സ് മാത്രമാണ്. ടെയിൽ ലൈറ്റ് നമുക്ക് LED ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഇവിടെ ഇൻഡിക്കേറ്റേഴ്സ് കാണാം. അത് സ്റ്റോപ്പ് ലൈറ്റും അത് തന്നെയാണ് വരുന്നത്. ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് നമുക്ക് ലോഗോൻ്റെ മുകളിലായിട്ട് കൊടുത്തിരിക്കുന്നു. റിവേഴ്സ് ക്യാമറ ഈ വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നെക്സോൺ എന്ന് പറഞ്ഞ ബാഡ്ജും കൊടുത്തിരിക്കുന്നു. ബാക്കിലേക്ക് 2 പാർക്കിംഗ് സെൻസേഴ്സും കാണാം. റിവേഴ്സ് ലൈറ്റ് ഇവിടെയായിട്ടാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ബാക്ക് പ്രൊഫൈല്. ആദ്യം പറയുകയാണെങ്കിൽ ഏത് വേരിയൻ്റ് എടുത്താലും നെക്സോണിൻ്റെ ബാക്ക് ലുക്ക് എക്സാക്റ്റ് സിമിലർ ആണ്. ഇനി നമുക്കിതിൻ്റെ ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമുക്ക് മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ഈ വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. നമ്മുടെ കീ ഹോൾഡ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ബൂട്ട് ഓപ്പൺ ആവും. അതായത് നമ്മളുടെ ഈ ഫോളോ മീ ഹെഡ്ലാമ്പിൻ്റെ കീ ഹോൾഡ് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ നമുക്ക് ബൂട്ട് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ബൂട്ട് ഓപ്പൺ ആയിട്ടുണ്ട്. സ്ക്വയറിഷ് ആയിട്ടുള്ള വലിയ ബൂട്ടുകളാണ്. 382 ലിറ്ററാണ് ബൂട്ടിൻ്റെ കപ്പാസിറ്റി വരുന്നത്. ബാക്കിൽ അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. 60/40 സ്പ്ലിറ്റ് സീറ്റിൻ്റെ ഓപ്ഷൻ ഒന്നും വരുന്നില്ല. ബെഞ്ച് ഫോൾഡിംഗ് ആണ്. പാഴ്സൽ ട്രേ വരുന്നില്ല. അത് നിങ്ങൾക്ക് ഷോറൂമിൽ നിന്ന് പുറത്തു നിന്ന് ആക്സസറൈഡ് ചെയ്യാം. വേറെ പ്രത്യേകിച്ച് ബൂട്ട് ലൈറ്റോ കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. നമുക്ക് സ്പെയർ വീല് സെയിം സൈസ് ആയിട്ടുള്ള വീലുകളാണ് സ്പെയർ വീലായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അകത്തു നിന്നുള്ള ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. തടഞ്ഞിട്ടില്ല. ഇനി നമുക്ക് ഡോർ ഹാൻഡിൽസ് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഇൻറ്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ ഫുൾ ബ്ലാക്ക് ഫിനിഷിലാണ് ഈ വാഹനത്തിൻ്റെ ഒരു ഇൻറ്റീരിയർ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഡോർ പാഡിലേക്ക് വന്നാലും നമുക്ക് ഫുൾ ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. സോഫ്റ്റ് ടച്ച് ഒന്നുമില്ല, ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ് വരുന്നത്. 4 ഡോർ പവർ വിൻഡോൻ്റെ കൺട്രോൾ, ഡ്രൈവർ സൈഡിലെ വിൻഡോ 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. മിറർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ അതിനകത്ത് വരുന്നില്ല. അകത്തെ ഡോർ ഹാൻഡിൽസ് ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. സ്പീക്കർ ഫ്രണ്ടിൽ 2 സ്പീക്കറാണ് ശരിക്കും ഈ വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല. പക്ഷേ നല്ല തൈ സപ്പോർട്ടുള്ള രീതിയിലാണ് സീറ്റുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നില്ലെങ്കിലും അത്യാവശ്യം നല്ല ഉയർന്ന ഡ്രൈവിംഗ് പൊസിഷനാണ് നെക്സോണിന് വരുന്നത്. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ആണ്. നമുക്കിവിടെ ഇത് ഡീസൽ മാനുവൽ വേരിയൻ്റ് ആണ്. ഡെഡിക്കേറ്റഡ് ഡെഡ് പെഡലൊന്നും കാണുന്നില്ല. ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസ് കാണാം. എനിക്ക് തോന്നുന്നു ഇത് നമ്മളുടെ ഫോഗ് ലൈറ്റിൻ്റെ ബട്ടൺ അഡീഷണലി ആക്സസറി ആയിട്ട് ചെയ്തിരിക്കുന്നതാണ്. ഇവിടെയെല്ലാം നമുക്ക് ഒരു ബ്ലാക്ക് ഫിനിഷാണ് AC വെൻസിനകത്ത് വരുന്നത്. സ്മാർട്ട് പ്ലസ് വേരിയൻറ്റിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ ഇതൊരു ബേസ് വേരിയൻ്റ് ഒന്നും ആരും പറയില്ല. കാരണം അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഈവൻ നമുക്ക് ആ ബേസ് വേരിയൻറ്റിൽ തന്നെ, അതായത് ഡീസൽ ബേസ് വേരിയൻറ്റിൽ തന്നെ നമുക്ക് ആ ഹാർമണിൻ്റെ 7 ഇഞ്ചിൻ്റെ സ്ക്രീൻ കൊടുത്തിരിക്കുന്നു. അത്യാവശ്യം ക്ലാരിറ്റി ഉള്ള ഒരു സ്ക്രീനാണ്. ഈ സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ ടാറ്റ നെക്സോണിലും കാണുന്ന സിമിലർ സ്റ്റിയറിംഗ് വീലാണ്. ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീൽ. ഇവിടെ എല്ലാം നമുക്കൊരു ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. 2 സ്പോക്കാണ്. ബാക്ക് ലൈറ്റഡ് ആണ്. മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസ് നമുക്ക് ഇടതുവശത്ത് കൊടുത്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് വീല് നമുക്ക് ടിൽറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ടെലസ്കോപ്പിക്കിൻ്റെ ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല. ഇടതുവശത്തായിട്ട് വൈപ്പറിൻ്റെ കൺട്രോൾസും വലതുവശത്ത് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും കാണാം. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വന്നാൽ ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ക്ലസ്റ്റർ യൂണിറ്റാണ്. അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫർമേഷനും അതിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺ അതിൽ തന്നെ കൊടുത്തിരിക്കുന്നു. ആവറേജ് ഫ്യൂൽ, ഡിസ്റ്റൻസ് ടു എംറ്റി, അങ്ങനെ ബേസിക് ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. സെൻട്രലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹാർമണിൻ്റെ 7 ഇഞ്ചിൻ്റെ ഒരു സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. പഴയ ടാറ്റ നെക്സോൺ, അതായത് 2018 ഇറങ്ങിയ നെക്സോണിൻ്റെ ടോപ്പ് എൻഡിലൊക്കെ കൊടുത്തിരിക്കുന്ന സെയിം സ്ക്രീൻ തന്നെയാണ് ഇപ്പോൾ ഈ ബേസ് വേരിയൻറ്റിൽ വന്നിരിക്കുന്നത്. അത്യാവശ്യം മ്യൂസിക് ക്ലാരിറ്റി ഒക്കെ ഉള്ള നല്ല സ്ക്രീനാണ്. ഇതിനകത്ത് 2 സ്പീക്കർ മാത്രമാണ് ഈ വേരിയൻറ്റിൽ വരുന്നുള്ളൂ. 4 സ്പീക്കർ വരുന്നില്ല. അടുത്ത 2 സ്പീക്കർ നിങ്ങൾക്ക് പുറത്തു നിന്ന് ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് ആഡ് ഓൺ ചെയ്യാം. അത് ഉള്ള സ്പീക്കർ നല്ല ക്ലാരിറ്റിയിൽ തന്നെയാണ് വരുന്നത്. പിന്നെ ഡീസൻറ്റ് ക്ലാരിറ്റി ആയിട്ടുള്ള റിവേഴ്സ് ക്യാമറയും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അഡാപ്റ്റീവ് ഗൈഡ് ലൈൻസോട് കൂടിയ റിവേഴ്സ് ക്യാമറയാണ് വരുന്നത്. പാർക്കിംഗ് സെൻസേഴ്സ് നമുക്ക് ഇതിനകത്തും ഫങ്ഷൻ ചെയ്യുന്നത് കാണാം. ഇതിനകത്തൊരു ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്ററും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയേർഡ് ആയിട്ടാണ് ഇതിനകത്ത് കണക്ട് ചെയ്യുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്ക്രീൻ എന്ന് പറയാം. താഴേക്ക് വരുമ്പോൾ നമുക്ക് AC വെൻസ് കൊടുത്തിരിക്കുന്നു. അവിടെ എല്ലാവരും ടെക്സ്റ്റഡ് ബ്ലാക്ക് ഫിനിഷ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതിന് താഴെ നമുക്ക് മാനുവൽ AC കൺട്രോൾസ് ആണ് ബേസ് വേരിയൻറ്റിൽ വരുന്നത്. ഇവിടെ AC കൺട്രോൾസ് കാണാം. ഇവിടെ ഹസാർഡ് ലൈറ്റ് കൊടുത്തിരിക്കുന്നു. നമ്മുടെ ബൂട്ട് അകത്ത് നിന്ന് ആക്സസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ. ഇവിടെ ഒരു 12 വോൾട്ടിൻ്റെ ചാർജിംഗ് ബൂട്ട് കാണാം. ഒരു USB കണക്ട് ചെയ്യാനുള്ള ഓപ്ഷനും വരുന്നുണ്ട്. നമ്മുടെ 6 സ്പീഡ് മാനുവൽ ഗിയർ ലിവർ കാണാം. ഡീസൽ ബേസ് വേരിയൻറ്റിൽ, അതായത് ഡീസൽ സ്മാർട്ട് പ്ലസിൽ മാനുവൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഡ്രൈവ് മോഡ്, CT ഇക്കോ ഡ്രൈവ്, ഈ 3 ഡ്രൈവ് മോഡുകളും കാണാം. അത് നമുക്ക് ഇതിനകത്തും മാറുന്നത് കാണാനായിട്ട് പറ്റും. അതിന് താഴെ നമുക്കിവിടെ
കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരുന്നു. സെൻറ്റർ ആംറസ്റ്റ് കാര്യങ്ങളൊന്നും തന്നെ ഇതിനകത്ത് വരുന്നില്ല. കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റാണ്. സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസൊന്നും വരുന്നില്ല. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ, കോ ഡ്രൈവേഴ്സുകൾ സൺവൈസേഴ്സ് വിത്ത് മിററാണ്. മാനുവൽ ഡിമ്മിങ്ങുള്ള IRVMs കൊടുത്തിരിക്കുന്നു. അകത്ത് റീഡിംഗ് ലൈറ്റുകൾ LED ആയിട്ടാണ് വരുന്നത്. ഡ്രൈവർ സൈഡിലും സൺവൈസേഴ്സ് വിത്ത് ടിക്കറ്റ് ഹോൾഡറാണ് വരുന്നത്. ഗ്ലോ ബോക്സ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വലിപ്പമുള്ള വലിയ ഗ്ലോ ബോക്സുകളാണ്. കൂൾഡ് ലൈറ്റ് ഫീച്ചറൊന്നും തന്നെ ഈ ബേസ് വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ സെഗ്മെൻറ്റിലെ മറ്റു വാഹനങ്ങളുമായിട്ട് ഈ പ്രൈസ് റേഞ്ചിൽ വരുന്ന വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മച്ച് ബെറ്റർ ആയിട്ടുള്ളൊരു വാഹനമായിട്ട് നെക്സോണിൻ്റെ ഈ ഡീസൽ ബേസ് വേരിയൻറ്റ് നമുക്ക് ഫീൽ ചെയ്യും. ബാക്ക് യാത്രക്കാരുടെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ബാക്ക് ഡോറുകളാണ്. ഓൾമോസ്റ്റ് 90 ഡിഗ്രിയിൽ വൈഡായിട്ട് തുറക്കാനായിട്ട് പറ്റും. ബാക്കിൽ നമുക്ക് ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ്, സോഫ്റ്റ് ടച്ച് ഒന്നും വരുന്നില്ല. ഡോർ പാഡിൽ പവർ വിൻഡോൻ്റെ കൺട്രോൾ കൊടുത്തിരിക്കും. ഡോർ ഹാൻഡിൽസ് ബ്ലാക്ക് ഫിനിഷാണ്. ബാക്കിലേക്ക് AC വെൻസ് ഈ ഒരു വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. 2 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാണാം. സെൻറ്റർ ആംറസ്റ്റ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഇപ്പോൾ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് റൂം കൊടുത്തിരിക്കുന്നു. സെഗ്മെൻറ്റിലെ തന്നെ ഏറ്റവും നല്ല തൈ സപ്പോർട്ടുള്ള ബാക്ക് സീറ്റുകൾ വരുന്നത് നമ്മളുടെ നെക്സോണിലാണ്. ഹെഡ്റൂം നോക്കുകയാണെങ്കിൽ നിവർന്നിരുന്നാൽ പോലും ഏകദേശം ഒരു 8 സെൻറ്റിമീറ്റർ ഹെഡ്റൂം ബാലൻസ് കാണാം. വളരെ വൈഡായിട്ടുള്ള ബാക്ക് സ്പേസാണ്. 3 പേർക്ക് സുഖമായിട്ട് കംഫർട്ടായിട്ടിരുന്ന നെക്സോണിൻ്റെ ബാക്ക് സീറ്റിൽ യാത്ര ചെയ്യാനായിട്ട് പറ്റും. ബാക്കിലേക്ക് നമുക്ക് സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ 2 വശത്തും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നെക്സോണിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ഇന്ത്യക്കാരെ ഒരു സാധാരണ വാഹനത്തിൽ സേഫ്റ്റി എന്താണെന്ന് പഠിപ്പിച്ചെന്ന മാനുഫാക്ചർ ശരിക്കും ടാറ്റയാണ്. അതിൽ ഗ്ലോബൽ എൻക്യാപ്പിൽ 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ ഫസ്റ്റ് വാഹനം നമ്മളുടെ ടാറ്റ നെക്സോണാണ്. പിന്നെ ബേസിക് സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. 6 എയർ ബാഗ് സ്റ്റാൻഡേർഡാണ്. ABS, CBD, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ് പോലെയുള്ള സേഫ്റ്റി ഫീച്ചേഴ്സ് ബേസ് വേരിയൻറ്റോട്ട് കൊടുത്തിട്ടുണ്ട്. എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് വന്നാൽ നമുക്ക് ഈ വേരിയൻറ്റ് 2 എഞ്ചിൻ ഓപ്ഷൻസിൽ അവൈലബിൾ ആണ്. ഒന്ന് 1.2 ടർബോ പെട്രോൾ 118 HP പവറും 170 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന ഡീസൽ പവർഫുൾ ആയിട്ടുള്ള ഒരു പെട്രോൾ എഞ്ചിനാണ്. വിത്ത് ബേസ് വേരിയൻറ്റ് സ്മാർട്ട് വേരിയൻറ്റിൽ 5 സ്പീഡ് മാനുവൽ, ഈ സ്മാർട്ട് പ്ലസ് ഓൺ വേരിയൻറ്റ്സ് 6 സ്പീഡ് മാനുവലും 6 സ്പീഡ് AMT അവൈലബിൾ ആണ്. പിന്നെ ടോപ്പ് എൻഡിലേക്ക് പോകുമ്പോൾ 7 സ്പീഡ് DCT നമുക്ക് ലഭിക്കുന്നുണ്ട്. മൈലേജ് 20 കമ്പനി പറയുന്നുണ്ട്, അല്ല 18 സംതിങ് ഒക്കെ പറയുന്നുണ്ട്. നോക്കിയൊക്കെ ഓടിക്കുകയാണെങ്കിൽ ഒരു 13-14 വരെയൊക്കെ മൈലേജ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. നിങ്ങൾ ഈ കാണുന്ന വാഹനം ഇതിൻ്റെ ഡീസലാണ്. 1.5 ടർബോ ഡീസലാണ്. 113 HP പവറും 260 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന ഓടിക്കാൻ നല്ല രസമുള്ളൊരു ഡീസൽ എഞ്ചിൻ വിത്ത് 6 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 6 സ്പീഡ് AMT ഗിയർ ബോക്സോടെയാണ് പെയർ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഹൈലൈറ്റ് മൈലേജാണ്. 24 കിലോമീറ്ററൊക്കെയാണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത്. റിയൽ ലൈഫിൽ ഒരു 18-20 ഇടയ്ക്കൊക്കെ ആവറേജ് മൈലേജ് തരുന്ന ഒരു വാഹനമാണ് നെക്സോണിൻ്റെ ഈ ഡീസൽ വേരിയൻറ്റ്. പിന്നെ CNG അവൈലബിൾ ആണ്. നമ്മുടെ സെയിം പെട്രോൾ എഞ്ചിന് തന്നെയാണ് CNG പെയർ ചെയ്തിരിക്കുന്നത്. 99 HP പവറും 170 Nm ടോർക്കുമാണ് CNG വേരിയൻറ്റുകൾക്ക് ലഭിക്കുന്നത് വിത്ത് 6 സ്പീഡ് മാനുവൽ മാത്രം. ഈ സെഗ്മെൻറ്റിൽ CNGകളിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു വാഹനവും നമ്മളുടെ നെക്സോൺ തന്നെയാണ്. നെക്സോണിൻ്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ, പ്രൈസിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റി എനിക്ക് റെഗുലർ വ്യൂസാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും എന്തെങ്കിലും കമൻറ്റ്സ് രേഖപ്പെടുത്താനും മറക്കരുത്. അതുപോലെ തന്നെ നെക്സോണിന് നമുക്ക് 85,000 രൂപ വരെ ഓണം ബെനിഫിറ്റ് അവൈലബിൾ ആണ്. അതിനകത്ത് സ്ട്രേറ്റ് അവേ 35,000 രൂപ ക്യാഷ് ഡിസ്കൗണ്ട് ആയിട്ടാണ് ലഭിക്കുന്നത്. പിന്നെ എക്സ്ചേഞ്ച് ബോണസ് 30,000 ലഭിക്കുന്നുണ്ട്. പിന്നെ അഡീഷണൽ ഓഫറുകളാണ് ലഭിക്കുന്നത്. ഇപ്പോൾ ശരിക്കും നെക്സോണിൻ്റെ ബേസ് വേരിയൻ്റായിട്ട് കൂടുതൽ ആളുകൾ വാങ്ങുന്നത് ഈ ഒരു വേരിയൻ്റാണ്. കാരണം ഈ വേരിയൻ്റ് ഓൺവേർഡ്സാണ് നമുക്ക് ഓട്ടോമാറ്റിക്കും ഡീസലും ലഭിക്കുന്നത്. അപ്പോൾ ഈ സ്മാർട്ട് പ്ലസ് വേരിയൻറ്റ് മാനുവൽ ആണെങ്കിൽ 920 നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാം. അതായത് ഇത്രയും ഫീച്ചേഴ്സുള്ള ഈ ഒരു വാഹനം 9,20,000 രൂപയ്ക്ക്. അതല്ല ഇതിൻ്റെ ഓട്ടോമാറ്റിക് AMT ആണ് എങ്കിൽ 10,05,000. അവിടെ വരുന്നൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെഗ്മെൻറ്റിൽ 10 ലക്ഷം രൂപ ബഡ്ജറ്റിൽ ഓട്ടോമാറ്റിക് ലഭിക്കുന്ന ഒരേ ഒരു വാഹനവും നമ്മളുടെ നെക്സോണിൻ്റെ ഈ സ്മാർട്ട് പ്ലസ് AMT ആണ്. അതുപോലെ തന്നെ ഡീസലും 10,55,000 രൂപയ്ക്ക് നിങ്ങൾ ഈ കാണുന്ന ഡീസൽ മാനുവൽ വേരിയൻറ്റ് നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാം. ഇതല്ല CNGയിലേക്ക് പോയി കഴിഞ്ഞാൽ 10.5 ലക്ഷം രൂപയ്ക്ക് CNG ലഭിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ CNG വേണോ ഡീസൽ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഡീസലാണ്. കാര്യം മോർ പവർഫുള്ളാണ്. പിന്നെ CNG പോലെ ഫില്ല് ചെയ്യാനായിട്ട് ടാങ്കിന് വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ബൂട്ട് സ്പേസ് കോംപ്രമൈസ് ചെയ്യേണ്ട. ഓൾമോസ്റ്റ് മൈലേജ് സിമിലറായിട്ട് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ നെക്സോണിൻ്റെ ഡീസലിനേക്കാളും CNGനേക്കാളും കൂടുതൽ നല്ലത് ഇതിൻ്റെ ഡീസൽ തന്നെയായിരിക്കും. ഓടിക്കാൻ നല്ല രസമാണ് ആ ഡീസൽ എഞ്ചിൻ. ഈ ഒരു ഡീസൽ എഞ്ചിൻ നല്ല പവർഫുള്ളാണ്. അതുപോലെ തന്നെ അടുത്തൊരു വേരിയൻറ്റ് വരുന്നത് പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വേരിയൻറ്റിൽ സൺറൂഫ് ഉള്ളത് വേണമെങ്കിൽ പ്യുർ പ്ലസ് S എന്ന് പറഞ്ഞ് സൺറൂഫുള്ള വാഹനം അവൈലബിൾ ആണ്. 40,000 രൂപയാണ് അതിന് കൂടുതൽ പേ ചെയ്യേണ്ടതായിട്ട് വരിക. 30 തൊട്ട് 40,000 രൂപ വരെ. അടുത്ത വേരിയൻറ്റ് വരുന്നത് പ്യുർ പ്ലസ് ആണ്. പ്യുർ പ്ലസ് തൊട്ട് നമുക്ക് ഡീസൽ ഓട്ടോമാറ്റിക്കും ലഭിക്കുന്നുണ്ട്. അതും ഒരു AMT ഓട്ടോമാറ്റിക്കാണ്. പ്യുർ പ്ലസ് മാനുവൽ ആണെങ്കിൽ 10-20, പ്യുർ പ്ലസ് AMT പെട്രോൾ AMT ആണെങ്കിൽ 11 ലക്ഷം രൂപ, CNG ആണെങ്കിൽ 11.30, ഡീസൽ മാനുവൽ ആണെങ്കിൽ 12 ലക്ഷം രൂപ, ഡീസൽ AMT ഓട്ടോമാറ്റിക് ആണെങ്കിൽ 12.75.
നെക്സോണിൻ്റെ ഒരു ഡീസൽ ഓട്ടോമാറ്റിക്കിൻ്റെ പ്രൈസാണ് ഈ പറയുന്നത് 12,75,000 രൂപ. അതുതൊട്ടാണ് നമുക്ക് ഡീസൽ ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ റീസെൻ്റ്ലി അപ്ഡേറ്റ് ചെയ്ത പ്യുർ പ്ലസ് PS എന്നും പറഞ്ഞ് പനോറമിക് സൺറൂഫുള്ള ഒരു വേരിയൻറ്റ് വന്നിട്ടുണ്ട്. അതിൽ കുറച്ചധികം ഫീച്ചേഴ്സ് അഡീഷണൽ ലഭിക്കുന്നുണ്ട്. പനോറമിക് സൺറൂഫ് വരുന്നുണ്ട്, ബാക്കിൽ വൈപ്പർ വരുന്നുണ്ട്, ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട്, 4 സ്പീക്കറിൻ്റെ കൂടെ 2 ട്യൂട്ടറും അഡീഷണലി ലഭിക്കുന്നുണ്ട്. ഈ പ്യുർ പ്ലസ് PS വേരിയൻറ്റിൽ പെട്രോൾ മാനുവൽ ആണെങ്കിൽ 11 ലക്ഷം രൂപ, പെട്രോൾ ഓട്ടോമാറ്റിക് ആണെങ്കിൽ 11,80,000 രൂപ, ഡീസൽ മാനുവൽ ആണെങ്കിൽ 12,60,000, ഡീസൽ ഓട്ടോമാറ്റിക് ആണെങ്കിൽ 13,40,000 രൂപയാണ് പ്രൈസ് വരുന്നത്. ഈ സ്മാർട്ട് പ്ലസ് വേരിയൻ്റ് അല്ല എങ്കിൽ നിങ്ങൾ പിന്നെ കൺസിഡർ ചെയ്യേണ്ട ബെസ്റ്റ് വേരിയൻറ്റ് ഐദർ പ്യുർ പ്ലസ് വേരിയൻറ്റ് അല്ലെങ്കിൽ ക്രിയേറ്റീവ് വേരിയൻ്റ് ആണ്. കാരണം ക്രിയേറ്റീവ് വേരിയൻ്റ് ഓൺവേർഡ്സ് നമുക്ക് 360 ക്യാമറയുള്ള ഫീച്ചേഴ്സ് ഇതിനകത്ത് ലഭിക്കുന്നുണ്ട്. ക്രിയേറ്റീവിലേക്ക് വന്നു കഴിഞ്ഞാൽ പെട്രോൾ മാനുവൽ ആണെങ്കിൽ 11,80, AMT ആണെങ്കിൽ 12,70. ആ വേരിയൻ്റ് ഓൺവേർഡ്സ്, അതായത് ക്രിയേറ്റീവ് വേരിയൻ്റ് ഓൺവേർഡ്സ് ആണ് നമുക്ക് DCA ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നത്. 13,25,000 രൂപയാണ് DCA ഓട്ടോമാറ്റിക്. ഡീസൽ ആണെങ്കിൽ 13,40, ഡീസൽ AMT ഓട്ടോമാറ്റിക് ആണെങ്കിൽ 14 ലക്ഷം രൂപയാണ് പ്രൈസ് വരുന്നത്. പിന്നെ വരുന്നത് ടോപ്പ് എൻഡ് വേരിയൻ്റ് ആയിട്ടുള്ള ക്രിയേറ്റീവ് പ്ലസ് പനോറമിക് സൺറൂഫുള്ള വേരിയൻ്റ് ആണ്. നമ്മൾ റീസെൻ്റ്ലി റിവ്യൂ ചെയ്തൊരു വേരിയൻറ്റ്. അതിൻ്റെ പെട്രോൾ ആണ് എങ്കിൽ പെട്രോൾ മാനുവൽ നിങ്ങൾക്ക് 13,40, അതിൻ്റെ DCA ഓട്ടോമാറ്റിക് 14,70, അതിൻ്റെ ഡാർക്ക് എഡിഷൻ ആണെങ്കിൽ 15,10 ഓൺ റോഡ് ലഭിക്കുന്നുണ്ട്. ഇനി ഡീസൽ ആണെങ്കിൽ 14,80, ഡീസൽ ഓട്ടോമാറ്റിക് ആണെങ്കിൽ 15,60,000 രൂപയാണ് പ്രൈസ് വരുന്നത്. അപ്പോൾ ഇതാണ് നെക്സോണിൻ്റെ വീഡിയോ. അപ്പോൾ 10 ലക്ഷം രൂപ ബഡ്ജറ്റിൽ അത്യാവശ്യം വലിപ്പമുള്ള വലിയൊരു വാഹനം, ഇന്ത്യയിലെ തന്നെ മോസ്റ്റ് സേഫസ്റ്റ് ആയിട്ടുള്ള ഒരു കാറ്, അതും ഓട്ടോമാറ്റിക് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്ന ബെസ്റ്റ് വാഹനമാണ് ഈ നെക്സോണിൻ്റെ ഈ സ്മാർട്ട് പ്ലസ് വേരിയൻറ്റ്. അതുപോലെ തന്നെ പഞ്ചിൻ്റെ ടോപ്പ് എൻഡ്, എക്സ്റ്ററിൻ്റെ ടോപ്പ് എൻഡ്, ഇപ്പോൾ ഫ്രോങ്സിൻ്റെ ഡെൽറ്റ പ്ലസ് ഒക്കെ നോക്കുന്നവർക്ക് വേണമെങ്കിൽ ഈ ഒരു വാഹനം കൂടി കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇതാണ് വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ടാറ്റ എന്ത് ഇൻഫർമേഷനും ഞാൻ പെരുമ്പാവൂരുള്ള ഗൂഗിളും മോട്ടോഴ്സിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.